ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തലമുറകളുടെ സൗഖ്യം ഈ ശുശ്രൂഷയുടെ 3-ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിനങ്ങളിൽ കർത്താവ് വലിയ കാരുണ്യം നമ്മോട് കാണിച്ചു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇടമുറിയാതെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും നമ്മുടെ കുടുംബത്തിൻ്റെ അടിവേരുകളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്കും അതിൻ്റെ എല്ലാ ശാഖകളിലേക്കും കർത്താവായ യേശുവിൻ്റെ രക്ഷാകരമായ സൗഖ്യം ഒഴുകപ്പെടുവാനും ഒന്നിച്ച് നമ്മൾ കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. 30-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തന വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. എത്ര മനോഹരമായ കർത്താവിൻ്റെ വചനമാണിത്. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ വിലാപത്തെ, എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ സകല സങ്കടങ്ങളെയും ആനന്ദത്തിൻ്റെ നൃത്തമാക്കി മാറ്റി. എൻ്റെ ചാക്കുവസ്ത്രമഴിച്ച് അവിടുന്ന് എന്നെ ആനന്ദമണിയിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കൃപയുടെ പ്രവൃത്തികളാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. നമ്മളിന്ന് അനേകര് അസ്വസ്ഥരാണ്. വിവിധങ്ങളായ പ്രതിസന്ധികളെ ഓർത്ത്, ജീവിതത്തിൽ സംഭവിച്ച അടിക്കടിക്കുണ്ടായ പരാജയങ്ങളെ പ്രതി, പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഭവിച്ച കൊടിയ ദുരന്തങ്ങളും ദുരിതങ്ങളും മൂലം കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലുമുള്ള വിള്ളലുകളും തകർച്ചകളും നമ്മെ മാനസികവും ശാരീരികവുമായി ഒരുപാട് തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇപ്രകാരം സംഭവിക്കുന്നത് ചിന്തിച്ച് നിരാശയിലും വിഷാദത്തിലും ആയിരിക്കുന്ന അനേകം ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും തകർച്ചകളും വേദനകളും പരാജയങ്ങളും എന്തുമാത്രം സങ്കീർണമായി കൊള്ളട്ടെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക ഉത്തരവും പരിഹാരവുമാണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ജീസസ് ഈസ് ദി ആൻസർ. ജീസസ് ഈസ് ദി ലിബറേറ്റർ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്. അവൻ വിമോചനത്തിന്റെ ദൈവമാണ്. നമ്മുടെ തലമുറകളെ സുഖപ്പെടുത്തുന്ന സൗഖ്യത്തിന്റെ ദൈവം ജഹോവ റാഫ. യെസ്, നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവായ യേശു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തകർച്ചകൾ, തലമുറകളായി കണ്ടുവരുന്ന, തുടർച്ചയായി നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകൾ, പരാജയങ്ങൾ, ദുരിതങ്ങൾ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, നിരന്തരമായ കലഹങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ, മാനസിക രോഗപീഠകൾ, വൈകാരിക തകർച്ചകൾ, പാപ സ്വഭാവങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, പരമ്പരാഗത രോഗങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, കൊടിയ തകർച്ചകളെല്ലാം ഈ സമയം നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെ എല്ലാ തായ്വേരുകളിലേക്കും കർത്താവിൻ്റെ സൗഖ്യദായകമായ ശക്തി ഇറങ്ങുന്ന സമയം. ലോർഡ്, റിലീസ് യുവർ പവർ. കർത്താവേ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ എല്ലാ ബ്രാഞ്ചസിലേക്കും അവിടുത്തെ സൗഖ്യദായകമായ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ കുടുംബങ്ങളെ സൗഖ്യമാക്കണമേ, ബന്ധങ്ങളെ സൗഖ്യമാക്കണമേ, തലമുറകളെ സുഖപ്പെടുത്തണമേ. ഹീൽ ലോർഡ്, ഹീൽ ലോർഡ്.
ഈശോ 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 ഈശോ. വിശ്വാസത്തോടെ യേശുനാമം വിളിച്ച് 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 ഈ ശുശ്രൂഷ സമയങ്ങളിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം വചനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ അമ്മ മാതാവ് ഉദ്ഘോഷിച്ചു. എന്താണ് അമ്മ പറഞ്ഞത്? അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും നമ്മുടെ തലമുറകളെക്കുറിച്ചും വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു. തലമുറകളുടെ മേൽ തൻ്റെ കരുണ കർത്താവ് വർഷിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമ്മുടെ തലമുറകളിലുള്ള കേടുപാടുകൾ പോക്കുവാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് മാത്രമേ കഴിയൂ. കർത്താവേ, കരുണയായിരിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ പാപങ്ങൾ, ഞങ്ങൾ കുടുംബമായി ചെയ്ത പാപങ്ങൾ, മുൻ തലമുറകളിൽ പരിഹരിക്കപ്പെടാത്ത, അനുതപിക്കാത്ത, തിരുത്തപ്പെടാത്ത പാപങ്ങൾ, കർത്താവേ, ഞങ്ങൾ അതിനെല്ലാം ഓർത്ത് അനുതപിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ. കർത്താവേ, കരുണ വർഷിക്കണമേ. കർത്താവേ, കൃപ ചൊരിയണമേ. കർത്താവേ, അഭിഷേകം പകരണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ചൊരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, തലമുറകളിലേക്ക് വരണമേ. സൗഖ്യത്തിന്റെ ആത്മാവായി, സൗഖ്യത്തിന്റെ കൃപയായി, സൗഖ്യത്തിന്റെ അഭിഷേകമായി ഞങ്ങളുടെ തലമുറകളിലേക്ക് കടന്നു വരിക പരിശുദ്ധാത്മാവേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിച്ച് മടുപ്പ് കൂടാതെ, തളർച്ച കൂടാതെ വിശ്വാസത്തോടെ വിളിക്കുന്നു. ആത്മാവേ, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവേ, വിമോചനത്തിന്റെ ആത്മാവേ, അനുഗ്രഹത്തിന്റെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ. തലമുറകളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തെ വിശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ഒറ്റ വിളി, ആത്മാവേ, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. വ്യക്തിബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവെ സുഖപ്പെടുത്തണമേ. ബന്ധങ്ങളിലെ കേടുപാടുകൾ പരിഹരിക്കണമേ. അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ് ഹോളി സ്പിരിറ്റ്. കരങ്ങളെ യാചനാപൂർവം ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി, ആത്മാവിന്റെ അഭിഷേകത്തിനായി. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, ആമേൻ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ, വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. തലമുറകളിലേക്ക് വരണമേ. വംശപരമ്പരകളിലേക്ക് വരണമേ. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും ആത്മാവിനെ വിളിച്ച് ആരാധിച്ച്, സ്നേഹത്തോടെ ആരാധിച്ച്. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വിശ്വസിച്ച് വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, ആത്മാവേ, സകല കെട്ടുകളും അഴിക്കണമേ. ബന്ധനങ്ങൾ തകർക്കണമേ. ദുഃഖങ്ങൾ ഒടിക്കണമേ. പൈശാചിക ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, നാരിക പീഡകള് അഭിഷേക ശക്തിയാൽ നിർവീര്യമാകട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എല്ലാം മറന്ന് ഇരുകരങ്ങളും ഉയർത്തി, ഇരുകരങ്ങളും ഉയർത്തി ആത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് കുടുംബങ്ങളെ, തലമുറകളെ, മക്കളെ, ബന്ധങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ അടിയട്ടെ, കുരുക്കുകൾ അടിയട്ടെ.
ആത്മാവേ സൗഖ്യം നൽകണമേ, ആത്മാവേ സുഖപ്പെടുത്തണമേ. തകർന്നുപോയ കുടുംബങ്ങളെ, തകർന്നുപോയ ബന്ധങ്ങളെ ആത്മാവെ സുഖപ്പെടുത്തണമേ. പൈശാചിക രൂപികള്, പൈശാചിക പീഡകള്, സാത്താനെ ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ മുൻ തലമുറകൾ വന്നുപെട്ടിട്ടുള്ള പാപബന്ധനങ്ങള്, അശുദ്ധിയുടെ കറകള്, കണ്ണുനീരിന്റെ കറകള്, രക്തക്കറകള്, പാപക്കറകള്, ജഡീക കറകള്, അനീതിയുടെ കറകള് കർത്താവേ തിരിച്ചോര ഒഴുക്കി അതെല്ലാം ശുദ്ധീകരിക്കണമേ. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. അനോയിന്റിംഗ്, 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 അനോയിന്റിംഗ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവേ, ആത്മാവേ, ആത്മാവേ ആരാധന. കരുണ ചൊരിയണമേ, ഹല്ലേലൂയ. കൃപ നൽകണമേ കർത്താവേ. കാരുണ്യം കാണിക്കണമേ കർത്താവേ. ഞങ്ങളെ കടന്നു പോകരുതേ. ഞങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ അവിടുത്തെ കാരുണ്യം ചൊരിയണമേ. ജീസസ്, 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 ജീസസ്. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ കുടുംബങ്ങളെയും തലമുറകളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സകല വംശ പരമ്പരകളെയും അതിൻ്റെ എല്ലാ തായ് വേരുകളെയും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അമ്മ എല്ലാം ഏറ്റെടുത്ത് ക്രമപ്പെടുത്തി തരണമേ. എല്ലാ ക്രമക്കേടുകളിലും അമ്മയുടെ സാന്നിധ്യം കടന്നു വരട്ടെ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിലപ്പെട്ട ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുടുംബവൃക്ഷത്തിൽ ഇന്നോളം വന്നിട്ടുള്ള സകല കേടുപാടുകളെയും പരിഹരിക്കുവാൻ കർത്താവ് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണിത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് യേശുനാമം വിളിച്ച് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഇന്ന് അനേകം കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും വിവിധങ്ങളായ പ്രതിസന്ധികളിലാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് ആരംഭിക്കണമെന്നറിയാതെ കുഴഞ്ഞു മറഞ്ഞ ജീവിതങ്ങളും ബന്ധങ്ങളും കുടുംബങ്ങളും. കുരുങ്ങിക്കെടുക്കുന്നൊരു വല പോലെയാണ് എൻ്റെ ജീവിതമെന്ന് പലരും പങ്കുവെച്ചിട്ടുണ്ട്. എൻ്റെ ഈ 32 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇപ്രകാരം തകർന്നടിഞ്ഞ ഒരുപാട് ജീവിതങ്ങളെ കണ്ടുമുട്ടുവാൻ കർത്താവ് കാരുണ്യം കാണിച്ചിട്ടുണ്ട്. വിട്ടുമാറാത്ത പ്രതിസന്ധികളും കൊടിയ ദുരിതങ്ങളും ദുരന്തങ്ങളും ജീവിതം മുഴുവൻ പരാജയവും വിവാഹബന്ധങ്ങളിലെ തകർച്ചകളും നിരന്തരമായ കുടുംബ കലഹങ്ങളും പ്രതിസന്ധികളും മൂലം സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ജീവിക്കുന്ന പതിനായിരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലുമുണ്ട്. പലരും വേദനയോടെ പറയാറുണ്ട്, ഒരു ദിവസം പോലും കണ്ണുനീരോടെ അല്ലാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞങ്ങ് തുടങ്ങും. കുടുംബത്തിൽ വലിയ കലഹവും ബഹളവുമാണ്. ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളെ കുടുംബ ജീവിതം തകർന്നു പോകുന്നത്? പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല, കുടുംബമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വിധം തകർന്നും വേദനിച്ചും വിഷമിച്ചും ഇരിക്കുന്ന എത്രയെത്രയോ കുടുംബങ്ങളും ജീവിതങ്ങളും നമ്മോടൊപ്പമുണ്ട്. ഈ പ്രതിസന്ധികളിൽ നമ്മൾ വലയുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ശക്തമായൊരു പ്രോമിസുണ്ട്, വാഗ്ദാനമുണ്ട്. നമ്മളെ ദുരിതത്തിൽ അകപ്പെടുത്തി വിട്ടുമാറി പോകുന്നവനല്ല നമ്മുടെ കർത്താവായ യേശു. നമ്മോടെപ്പോഴും കാരുണ്യം കാണിക്കുന്നവൻ, നമ്മെപ്പോഴും തന്നെ സ്നേഹത്തിൽ വലയം ചെയ്യുന്നവൻ, തൻ്റെ വിശ്വസ്തതയാൽ നമ്മെ നിരന്തരം നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം
5-ാം അധ്യായം 24-ാം വചനത്തിൽ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വിശ്വസ്തതയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്തുമാത്രം പ്രതിസന്ധികളും കൊടിയ ദുരിതങ്ങളും പരാജയങ്ങളും തകർച്ചകളും കുടുംബജീവിതത്തിലെ വിട്ടുമാറാത്ത പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും സാമ്പത്തികമായ പരാധീനതകളും എന്തെല്ലാം നമ്മെ വേട്ടയാടട്ടെ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണെന്ന് മാത്രമല്ല, തൻ്റെ വിശ്വസ്തതയിൽ തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. സാമുവേലിന്റെ 1-ാം പുസ്തകം 2:9 ഹന്ന പ്രവാചിക ആത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം ഉദ്ഘോഷിക്കുകയാണ്: തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. തൻ്റെ വിശ്വസ്തർ തകർന്നു പോകുവാൻ, തന്നെ സ്നേഹിക്കുന്നവർ ഇല്ലാതാകുവാൻ, നശിച്ചു പോകുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അഭിഷേകത്തിൻ്റെ, കൃപയുടെ, വിശുദ്ധിയുടെ ഒരു അടിത്തറ നമ്മൾ പണിയണം. നമ്മിലൂടെ കർത്താവ് തലമുറകളായി സംഭവിച്ചു പോയ വിനാശങ്ങളെ പരിഹരിക്കുവാനായി വിളിച്ചിരിക്കുകയാണ്. അനേകം തലമുറകൾ അടിസ്ഥാനം നീ പണിതുയർത്തുമെന്നുള്ള വാഗ്ദാനം ലഭിച്ചവരാണ് നമ്മൾ. മുൻ തലമുറകൾ വഴിയും നമ്മുടെ ചില പാപജീവിതങ്ങൾ വഴിയും നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിൽ വന്നുപോയ കേടുപാടുകളെ നമ്മിലൂടെ തന്നെ പരിഹരിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 61:4 നമ്മൾ കണ്ടു. തലമുറകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിനാശങ്ങള്, തകർച്ചകള്, പരാജയങ്ങള്, കൊടിയ ദുരിതങ്ങള്, ദുരന്തങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, പാപ സ്വഭാവങ്ങൾ, ഇത്തരത്തിലുള്ള ശാപഗ്രസ്തമായ തകർച്ചകളെ നിങ്ങളിലൂടെ ഞാൻ പരിഹരിക്കും. ഈ പ്രോമീസ് നമുക്കാണ് ഈ നാളുകളിൽ കർത്താവ് തന്നിരിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ കരങ്ങളിലെ കൃപയുടെ ചാനലുകളായി ഞാനും നിങ്ങളും മാറുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, അതിനായി നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മുടെ ബന്ധങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും ഒഴുകപ്പെടുവാനായി കഴിയണം. അതിനൊരു ഫ്ലോ, ഒരു നിറഞ്ഞൊഴുക്ക്, ഒരു ഔട്ട് പോറിങ് നമ്മിലൂടെ സംഭവിക്കണം. ഇതാണ് കർത്താവിൻ്റെ പദ്ധതി. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 19-ാം വചനത്തിൽ നാം കാണുകയാണ്, അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിനെ അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി വളരെ ഭദ്രമായൊരു അടിത്തറ പണിയുന്നവരായി, ഒരുക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് സുഭാഷിത പുസ്തകം 12-ാം അധ്യായം 2-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, ഉത്തമനായ മനുഷ്യനെ കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വിശ്വസ്തതയിലും കർത്താവിൻ്റെ പരിശുദ്ധിയിലും കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിൻ്റെ വചനപ്രകാരവും ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആക്ഷരികമായി, ലിറ്ററലി ഈ വചനം നമ്മിൽ കൃപയായി മാറുകയാണ്. നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവകൃപയുടെ ജീവിതമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ഈ കൃപയുടെ നിറഞ്ഞൊഴുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് അത് പകരുവാൻ, അത് വ്യാപരിക്കുവാൻ കർത്താവ് വലിയ കാരുണ്യം നമ്മോട് കാണിക്കും. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇതാണ്. സുഭാഷിത പുസ്തകം
12:3 നമ്മൾ കാണുന്നുണ്ട്, ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ തകരും. ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചകൾക്കും പ്രതിസന്ധികൾക്കും പരാജയങ്ങൾക്കും അവർ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും കണ്ണുനീരിനുമുള്ള ഒരു അടിസ്ഥാന കാരണം ഇത്തരത്തിലുള്ള പാപക്കെട്ടുകൾ അവിടെ കിടപ്പുണ്ട്. വേണ്ട വിധം അനുദപിക്കുകയോ കർത്താവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുകയോ ഇതിനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയോ കർത്താവിൻ്റെ വിമോചനത്തിൻ്റെ ശക്തി വ്യക്തി ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്കും തലമുറകളിലേക്കും സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. പലപ്പോഴും ദുഷ്ടതയിലൂടെ ആരും വളരുകയില്ല. കുറച്ച് നാളൊക്കെ മുന്നോട്ട് പോകും, ഏതാനും വർഷങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ പല കുടുംബങ്ങളുടെ ചരിത്രമെടുത്ത് പഠിക്കുമ്പോൾ പലപ്പോഴും പല വ്യക്തികൾ പല പ്രശ്നങ്ങളുമായി വിട്ടുമാറാത്ത തകർച്ചകളും രോഗങ്ങളും മാനസിക അസ്വസ്ഥതകളും കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളുമായി പലപ്പോഴും വരുമ്പോൾ അവരുടെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് വെളിച്ചം വീശുമ്പോൾ പലപ്പോഴും കണ്ടെത്തിയൊരു സത്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഹിതകരമല്ലാത്ത കർത്താവിൻ്റെ വചനത്തെ അവഗണിച്ച് കളഞ്ഞ അനേകം ഇതുപോലുള്ള ദുഷിപ്പുകളും ദുഷ്ടത നിറഞ്ഞ പ്രവർത്തികളും പലപ്പോഴും ആ തലമുറകളിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരൻ, നമ്മൾ അതിനെ ഓർത്ത് വേദനിക്കേണ്ട, വിഷമിക്കേണ്ട. അത് പരിഹരിക്കാൻ കർത്താവിന് കഴിയും. വചനം പഠിപ്പിക്കുകയാണ്, ദുഷ്ടതയിലൂടെ ആരും വളരില്ല, നിലനിൽപ്പുണ്ടാവുകയില്ല, ഉയർച്ച പ്രാപിക്കാൻ പറ്റത്തില്ല. ഇതേ സത്യം തന്നെയാണ് പൗലോസ്ലീഹ വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത്. തിമോത്തിയോസിനെതിരെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിൽ എന്താണ് സ്ലീഹ പറയുന്നത്? 2 തിമോത്തി 3:13, അതേ സമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി നശിക്കുന്നു, അടിക്കടി അധപതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അനേകരുടെ അധപതനത്തിനും തകർച്ചയ്ക്കും പരാജയത്തിനും അവർ അനുഭവിക്കുന്ന പല ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണത്തിലേക്ക് ആത്മാവ് ഈ വചനത്തിലൂടെ വെളിച്ചം വീശുകയാണ്. കപടനാട്യക്കാര്, ചതിക്കുന്ന സ്വഭാവമുള്ളവര്, വഞ്ചനയുടെ ആത്മാവുള്ളവര്, എന്താണ് സംഭവിക്കുക? അപ്രകാരമുള്ള ജീവിതങ്ങൾ, ഇപ്രകാരം ഈ തിന്മ വസിക്കുന്ന കുടുംബങ്ങൾ, ബന്ധങ്ങൾ അടിക്കടി ദിനം പ്രതി അധപതിക്കും, അധോഗതിയിലോട്ട് വരും, നശിക്കുമെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. വിശ്വസിച്ചേ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സുഭാഷിത പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വചനം, നിങ്ങൾ ആ വചനം ശ്രദ്ധിക്കണം. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം, തന്നിലേക്ക് പകരപ്പെട്ട ദൈവകൃപ, തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകം, തന്നിൽ വസിക്കുന്ന ദൈവാനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. ആരാണ് ഉത്തമനായ മനുഷ്യൻ? കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരെ, കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുന്നവരെ, കർത്താവായ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരെ. അപ്രകാരമുള്ള വ്യക്തികൾ തങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകവും കൃപയും അനുഗ്രഹവും തലമുറകളിലേക്ക് കൈമാറുന്നു. എത്ര മനോഹരമായ വചനമാണ്! നമ്മളെ ചിന്തിപ്പിക്കേണ്ട വചനമാണ്. നമ്മൾ ഈ വചനത്തിന് മുൻപിലിരുന്ന സഹോദരങ്ങളെ, നമ്മെ തന്നെ വ്യക്തിപരമായി വിധിക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിലൂടെ എന്തുമാത്രം എൻ്റെ കുടുംബത്തിലേക്ക് ഈ കൃപ ഒഴുകപ്പെടുന്നുണ്ട്? ഇന്ന് എന്തുമാത്രം എൻ്റെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ മക്കളിലേക്ക്, എൻ്റെ സഹോദരങ്ങളിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ വംശപരമ്പരകളിലേക്ക് ഒഴുകപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ബോധപൂർവം ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനവും കുടുംബ അന്തരീക്ഷത്തെ കലഹപൂർണമാക്കുന്നു, അത് കലുഷിതമാക്കുന്നു, അവിടെയുള്ള സമാധാനം കെടുത്തിക്കളയുന്നു. എത്ര കുടുംബങ്ങൾ ഇന്ന് ഈ വിധം തകർന്നുകൊണ്ടിരിക്കുന്നത്? തലമുറകളിലേക്ക് കൈമാറുകയാണ് പകരപ്പെട്ട അനുഗ്രഹത്തെയും അഭിഷേകത്തെയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്, 112-ാം സങ്കീർത്തനം
1ഉം 2ഉം വചനങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവർക്കുള്ള പ്രോമിസ് എന്താണ്? അവരുടെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ തലമുറകൾ ഭൂമിയിൽ പ്രബലമാകും. അവരുടെ മക്കൾ ഭൂമിയിൽ പ്രബലമാകാൻ കർത്താവ് അനുവദിക്കും. അവരോട് കർത്താവ് കാരുണ്യം ചൊരിയും. കർത്താവിൻ്റെ കൃപ അപ്രകാരമുള്ള തലമുറകളിലേക്ക് കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം. ഇത് ദൈവത്തിൻ്റെ വചനം. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ് പഠിപ്പിക്കുന്നത്. അവൻ്റെ തലമുറ അനുഗ്രഹീതമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. എൻ്റെ സഹോദരങ്ങളെ, ഈ വിധം നമ്മുടെ ജീവിതം വഴി, നമ്മുടെ പ്രാർത്ഥന വഴി, നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ വഴി, നമ്മുടെ സുവിശേഷ വേല വഴി, നമ്മുടെ പരിഹാര പ്രവർത്തികൾ വഴി, നമ്മുടെ ത്യാഗപൂർണമായ ജീവിതം വഴി നമ്മുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ, തലമുറകളെ വിശുദ്ധീകരിക്കുവാൻ, സുഖപ്പെടുത്തുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ, ആ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയം വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം, നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങൾ അസ്വസ്ഥരാകരുത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ഭാരപ്പെട്ട് വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി ദൈവകൃപ സ്വീകരിക്കാൻ പറ്റാത്ത വിധം സഹോദരങ്ങളെ ഹൃദയം അടച്ചു കളയരുത്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നോക്കി പ്രാർത്ഥിക്കുവാൻ ഇവിടെ ടീം ഷെക്കേനയിൽ അതിന് വേണ്ടപ്പെട്ട വ്യക്തികളെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഞാൻ ഇന്നലത്തെ ശുശ്രൂഷയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, അനുഗ്രഹമാണെങ്കിലും ശാപഗ്രസ്തമായ തകർച്ചകളാണെങ്കിലും അതിനെ പൊതുവെ 2 സ്വഭാവങ്ങളുണ്ട്. എന്താണ് 2 സ്വഭാവങ്ങൾ? ഇന്നലെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവരെ നിങ്ങൾ ശ്രദ്ധയോടെ അത് വായിക്കുക. എന്താണ്? ഒന്നാമത്, അവയുടെ പ്രവർത്തനങ്ങൾ, അത് അനുഗ്രഹമാകട്ടെ ശാപഗ്രസ്തമായ തകർച്ചകളാകട്ടെ, അത് ഒരു വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല, ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. പുതുതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് പറയുന്ന കാര്യമാണിത്. ശ്രദ്ധിക്കണമേ, ഞാനെന്ന വ്യക്തി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ കൃപയിൽ നിറയപ്പെടുമ്പോൾ, ശ്രദ്ധിക്കുക, ഈ കൃപയും അഭിഷേകവും എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് ഈ കൃപയുടെ പകർച്ചയുണ്ടാവുകയാണ്, ഈ അഭിഷേകത്തിൻ്റെ വ്യാപനമുണ്ടാവുകയാണ്. എൻ്റെ ബന്ധങ്ങളിലേക്ക് അതിന് പ്രസരിക്കുവാനുള്ള, അതിനെ വ്യാപരിക്കുവാനുള്ളൊരു പവറുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പ്രസരിക്കും, അത് വ്യാപരിക്കും. അതെൻ്റെ ബന്ധങ്ങളിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക്, അത് മുൻ തലമുറകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള പവർ അതിനുണ്ട്. കർത്താവ് സമയത്തിനപ്പുറമുള്ളവനാണ്. നമ്മുടെ കർത്താവ് കാലത്തിന് അധീനനാണ്. വർഷങ്ങൾ, നൂറ്റാണ്ടുകളൊന്നും കർത്താവിന് വിഷയമല്ല. കാരണം അവൻ ഇതിൻ്റെ എല്ലാം ഉടയവനും അതിനാഥനുമാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, ഈ സത്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ദൈവകൃപയിൽ നിറയപ്പെടുമ്പോൾ, ആ കൃപയും അഭിഷേകവും ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും അതിന് നിറഞ്ഞൊഴുക്കുണ്ടാവുകയാണ്. ഇത് ശാപഗ്രസ്തമായ അവസ്ഥയാണ്. ഇപ്പം ഞാൻ കർത്താവിൻ്റെ കൃപയില്ലാതെ, കൃപ വറ്റിപ്പോയി തുടർച്ചയായി പാപത്തിൽ അനുസരണക്കേട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ദൈവഭയമില്ല, വിശ്വാസമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കേഴ്സിൻ്റെ നിഴലിലാണ്, ശാപഗ്രസ്തമായ നിഴലിലാണ്. ഈ ഒരവസ്ഥ എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. ഞാനായിരിക്കുന്ന ഈ അനുഗ്രഹം വ്യാപരിക്കുന്നത് പോലെ തന്നെ ഈ ശാപഗ്രസ്തമായിട്ടുള്ള തകർച്ചകളും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളിലേക്കും വ്യാപരിക്കും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ എന്താ പറയുന്നത്?
അവ തലമുറ തലമുറയായി കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും അനുഗ്രഹമാണെങ്കിലും ശാപഗ്രസ്തമായ തകർച്ചകളാണെങ്കിലും അത് വ്യാപിക്കാവുന്നതാണ്. ഈ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം ഈ തലങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ കരുണ ചൊരിയണമേ. നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ അഭിഷേകം നമ്മളിൽ നിറയാൻ, ആത്മാവ് പ്രവർത്തിക്കുവാൻ, ജ്ഞാനം കൊണ്ട് നിറയാൻ, വിശ്വസ്തത കൊണ്ട് നിറയാൻ, ദൈവസ്നേഹം കൊണ്ട് നിറയാൻ ഇരുകരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഓരിക്കല പുരുഷിയ രീബ ബാബ, mighty power, mighty anointing, mighty anointing, mighty anointing, mighty anointing. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. സഹോദരങ്ങളെ, നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടതാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഒബീഡിയൻസ്, അനുസരണമാണ്. ശാപഗ്രസ്തമായ തകർച്ചകളുടെ അടിസ്ഥാനം എന്താണ്? ഡിസൊബീഡിയൻസ് ആണ്, അനുസരണക്കേടാണ്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ കണ്ടുവരുന്ന തുടർച്ചയായി കോൺസ്റ്റൻ്റായി ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, ഇങ്ങനെ കുടുംബപരമായി നമ്മൾ തുടർച്ചയായി നിരന്തരമായി കണ്ടുവരുന്ന ചില ശാപഗ്രസ്തമായ തകർച്ചകളെക്കുറിച്ച് നമ്മളിപ്പോൾ ഇത് കാണാൻ പോവുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനാപൂർവ്വം വിവേചിക്കണം. നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സഹനങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്തതല്ല ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും വേദനകളൊക്കെ നമുക്കുണ്ട്. അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ തകർച്ചകളെക്കുറിച്ചല്ല പറയുന്നത്. ഇത് വിട്ടുമാറാത്ത, വർഷങ്ങളായി തലമുറകളായി ബാധിച്ചിരിക്കുന്ന, തലമുറകളായി സ്വാധീനിച്ചിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള പലവിധ ബോണ്ടേജുകൾ, ശാപഗ്രസ്തമായ തകർച്ചകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് നമുക്ക് വിമോചനവും വീണ്ടെടുപ്പും ആവശ്യമാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്, അത് രക്ഷാകരമാണ്. ആ സഹനങ്ങളിലൂടെ ആത്മീയമായി നമ്മൾ വളരുവാനും കൃപയുടെ സമ്പത്തിലേക്ക് നമ്മൾ ഉയരുവാനും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പാപം വഴി തിരുത്തപ്പെടാത്ത, അനുദപിക്കാത്ത, പരിഹരിക്കപ്പെടാത്ത പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ വഴി നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ വന്നുപെട്ടിട്ടുള്ള ചില വിട്ടുമാറാത്ത തകർച്ചകളുണ്ട്. അതിൻ്റെ പുറകിൽ പിശാചിൻ്റെ കരങ്ങളാണ്, അതിൻ്റെ പുറകിൽ പിശാചിൻ്റെ സ്വാധീനങ്ങളാണ്, അവൻ്റെ പ്രവൃത്തിയാണ്. ഈശോ പറഞ്ഞു, അവൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കാനുമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പും വിമോചനം ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ ഒരു തലം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവകൃപയ്ക്ക്, ദൈവാനുഗ്രഹത്തിന് നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ തടസ്സമായി കണ്ടുവരുന്ന ശാപഗ്രസ്തമായ തകർച്ചകളിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് എന്താണ്? തുടർച്ചയായി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസിക രോഗങ്ങൾ, മാനസിക പീഡകൾ, അതിൽ തന്നെ വൈകാരികമായ തകർച്ചകൾ. ശ്രദ്ധിച്ച് ഒരു സെക്കൻഡ്, എല്ലാവരും ശ്രദ്ധിച്ച്. തുടർച്ചയായി നമ്മൾ കണ്ടുവരുന്ന മാനസിക രോഗങ്ങൾ, വൈകാരിക തകർച്ചകൾ. ഇത് എത്രയോ കുടുംബങ്ങൾ ഇതുമൂലം നട്ടം തിരിയുകയും വേദനിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ഞാനൊരു ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ഒരു സഹോദരി കാണാൻ വന്നു. അവൾ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. കർത്താവിൻ്റെ ഒരു വിക്ടിം സോളാണ് ആ സഹോദരി. കുടുംബത്തിൽ അപ്പന് മാനസിക രോഗം, അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. 3 ആങ്ങളമാരുണ്ട്. ഈ 3 ആങ്ങളമാർക്കും മാനസിക രോഗങ്ങൾ. മാനസിക രോഗിയായ അപ്പൻ, മാനസിക രോഗികളായ 3 സഹോദരങ്ങൾ. ഇവരെ ശുശ്രൂഷിച്ചും ഇവരെ പോറ്റിയും ഇവർക്ക് വേണ്ട മരുന്ന് കൊടുത്തും
ആഹാരം കൊടുത്തും ഈ സഹോദരി വിവാഹം പോലും കഴിക്കാതെ തൻ്റെ ജീവിതം തൻ്റെ കുടുംബത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ വേദനയോടുകൂടി ഈ വിളി അനുഭവം പങ്കുവെച്ചപ്പോൾ അറിയാതെ ഹൃദയം തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഇതൊരു സഹോദരിയുടെ മാത്രം അനുഭവമല്ല. എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ ഇന്ന് വേദനയുടെയും കണ്ണുനീരിൻ്റെയും കൊടിയ തകർച്ചയുടെയും നടുവിലാണ്. ഒരു ഭവനത്തിൽ 4 പേര് മാനസിക രോഗികൾ. വെറും വിഷാദോ നിരാശയല്ല, അത് 2 പേർക്ക് മുഴുത്ത ഭ്രാന്താണ്. പെട്ടെന്ന് ഒരു വയലൻ്റ് ആകും, വളരെ പ്രശ്നമാണ്. മെഡിസിൻ തെറ്റിക്കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും. വളരെ സൂക്ഷ്മതയോടെ സ്നേഹത്തോടെ പരാതികളില്ലാതെ പിറുപിറുപ്പില്ലാതെ ഈ സഹോദരി ഇവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, അത് ജീവിക്കുന്നൊരു വിശുദ്ധയാണ്. ഒരു ഭംഗിവാക്ക് പറയില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ അറിയാതെ ഇതുപോലെ ഒത്തിരി കുടുംബങ്ങളിൽ സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് ജീവിക്കുന്ന എത്രയെത്രയോ ജീവിതങ്ങൾ നമ്മുടെ അമ്മമാരെ, നമ്മുടെ സഹോദരിമാർ, സഹോദരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ മാനസിക രോഗങ്ങൾ, വിട്ടുമാറാത്ത മാനസിക രോഗങ്ങൾ. ഒരിക്കൽ ഞാനൊരു കൺവെൻഷന് വേണ്ടി ഒരു സ്ഥലത്ത് കടന്നു ചെന്നു. ഒരു വലിയൊരു ഫൊറാന കൺവെൻഷനാണ്. എൻ്റെ സഹോദരങ്ങളെ, കൺവെൻഷൻ 2-ാം ദിവസം കഴിഞ്ഞപ്പോൾ പല കുടുംബങ്ങൾ കാണുവാൻ വന്നു. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ആ ഇടവകയിലെ ഏകദേശം ഒരു 60-70% കുടുംബങ്ങളിലും മാനസിക രോഗികളാണ്. ഒന്നുകിൽ അപ്പന് മാനസിക രോഗം, അല്ലെങ്കിൽ അമ്മയ്ക്ക് മാനസിക രോഗം, അല്ലെങ്കിൽ മകൾക്ക് ഏതെങ്കിലും വ്യക്തികൾക്ക് മാനസിക രോഗങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ വളരെ കുറച്ച് മാത്രമാണ്. ഒരുപാട് മാനസിക രോഗങ്ങളുള്ള കുടുംബങ്ങൾ. ഞാൻ വികാരിച്ചനോട് ചോദിച്ചു, അച്ഛൻ എന്ത് ഇത്രയും ഇവിടെ മാനസിക പ്രശ്നങ്ങൾ? അച്ഛൻ പറഞ്ഞപ്പോൾ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അതിൻ്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശി. അത് പിന്നീട് നിങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നമ്മൾ കാണും. അപ്പം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, വിട്ടുമാറാത്ത മാനസിക, അതുപോലെ തന്നെ വൈകാരിക തകർച്ചകൾ, അനേകം ഡിപ്രഷൻ, വിഷാദ രോഗങ്ങൾ, നിരാശ, ഓവർ ടെൻഷൻ, അമിതമായ ഭയം, എപ്പോഴും ഒരു ഭയത്തിൻ്റെ നിഴലിൽ പ്രത്യേകിച്ച് മരണഭയം. ചെറിയ അസുഖം എന്തെങ്കിലും വരുമ്പോഴേക്കും ഇത് ക്യാൻസറാണോ, തലയിലൊരു വേദന വരുമ്പോഴേക്കും ദൈവമേ ഇത് ബ്രെയിൻ ട്യൂമറാണോ, വയറ്റിലൊരു വേദന വരുമ്പോഴേക്കും ആമാശ ക്യാൻസറാണോ, ചെസ്റ്റിൽ നെഞ്ചിലൊരു വേദന വരുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് ആണോ, ദൈവമേ. ഇങ്ങനെ അമിതമായ ആങ്സൈറ്റി, ഭയം മൂലം ജീവിതം സന്തോഷമില്ലാതെ നരകതുല്യമായി ജീവിക്കുന്നവർ എത്ര വ്യക്തികളാണെന്നറിയാം. പ്രിയപ്പെട്ട ചിത്തഭ്രമം, ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന സംഗതികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമവർത്തന പുസ്തകം 28-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി 28-ാം അധ്യായം 66-67 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, നിന്റെ ജീവൻ നിരന്തര അപകടത്തിലായിരിക്കും, രാവും പകലും നീ സംഭീതനായിരിക്കും. ഇതാണ് അനേകരെ വെറുതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ആരും എന്നെ ഫോളോ ചെയ്യുന്നു, കത്തിയെടുത്ത് കുത്താൻ വരുന്നു, എന്നെ ഉപദ്രവിക്കുക, ഒന്നും നടക്കുന്നില്ല, തോന്നുകയാണ് ഇങ്ങനെ. ആ വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മാനസികമായിട്ടുള്ള അസ്വസ്ഥതയാണ്. വെറുതെ റൂമിലിരിക്കുമ്പോഴും ഇതെന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ ആക്രമിക്കാൻ വരുന്നേ, വെറുതെ ചില സമയത്ത് കിടന്ന് കൂകി വിളിക്കുക, വീട്ടുകാരെ അസ്വസ്ഥപ്പെടുത്തുക. എൻ്റെ ദൈവമേ, രാത്രിയിലും പലർക്കും ഉറക്കമില്ലാത്തൊരവസ്ഥ ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കുടുംബങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. രാവും പകലും നീ ഭയചകിതനായിരിക്കും, സംഭീതനായിരിക്കും. ജീവിതത്തിൽ നിനക്കൊരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കില്ല. എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. എൻ്റെ ജീവൻ അപകടത്തിലാണല്ലോ, ഞാൻ പെട്ടെന്ന് മരിക്കുമോ, ഞാൻ മരിച്ച എൻ്റെ വീട്ടുകാരുടെ സ്ഥിതി എന്താവും, എൻ്റെ മക്കളുടെ ഭാവി എന്താവും, എൻ്റെ ജീവിത പങ്കാളി, ദൈവമേ അവർക്ക് ആരുമില്ല. എപ്പോഴും ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. ഇതൊരു വൈകാരിക തകർച്ചയാണ്, ഒരു മാനസിക പീഡയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊരു വ്യക്തിയിലല്ല, ഇത് തലമുറകളായി ഇങ്ങനെ കണ്ടുവരിക. വീട്ടിലെ പലർക്കും ഈ അസ്വസ്ഥതകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 67-ാം വചനത്തിൽ എന്താ പറയുന്നത്? പെട്ടെന്ന് വചനം ഡിസ്പ്ലേ ചെയ്തു. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളെ നിമിത്തം നീ പ്രഭാതത്തിൽ പറയും, ദൈവമേ രാത്രി ആയിരുന്നെങ്കിൽ. രാത്രിയിൽ സന്ധ്യയിൽ നീ പറയും, ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒന്ന് രാത്രിയായി കിട്ടിക്കഴിഞ്ഞു, ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. രാത്രിയാകുമ്പോൾ പറയും ഉറങ്ങാൻ പറ്റത്തില്ല, ദൈവമേ ഒന്ന് നേരം വെളുത്ത് കിട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനെ ജീവിതത്തിൽ സംഭീതിയും ഭയവും വിഷാദവും നിരാശയും കുടികൊള്ളി ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ പലതിനെയും പുറകിൽ പൈശാചിക പീഡകളാണ്.
ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ അത്ഭുതകരമായി ഇപ്രകാരമുള്ള വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും പല ഡെലിവറൻസ് മിനിസ്ട്രികളിൽ നമ്മൾ ചെയ്ത ശുശ്രൂഷയല്ല, ശക്തമായി ഡെലിവറൻസിന് അഭിഷേകം കൊടുത്തിട്ടുള്ള പല ബഹുമാനപ്പെട്ട വൈദികർ, അഭിഷിക്ത വൈദികർ, അങ്ങനെയുള്ള ആത്മായ പ്രേക്ഷിതരുടെ ചില ശുശ്രൂഷകൾ കാണുവാൻ പങ്കെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ. എൻ്റെ സഹോദരങ്ങൾ, അവർ പറഞ്ഞ ചില അനുഭവങ്ങൾ, ടെസ്റ്റ് മണികളൊക്കെ. ഫാദർ ഗബ്രിയേൽ അമോർത്ത് തിരുസഭയിലെ വലിയൊരു എക്സോർസിസ്റ്റാണ് അദ്ദേഹം. ഇങ്ങനെ പല വൈദികരും ഇന്ന് കത്തോലിക്ക സഭയിലുണ്ട്. അവരുടെ ചില സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ മാനസിക രോഗങ്ങൾ, വൈകാരിക തകർച്ചകൾ പുറകിൽ പലതും മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല, അങ്ങനെയുള്ളതുണ്ട്. മാനസിക പ്രശ്നങ്ങളുള്ള ഒത്തിരി കേസുകളുണ്ട്. എന്നാൽ എല്ലാറ്റിനും പുറകെ മാനസിക പ്രശ്നങ്ങളല്ല, ചിലതിൻ്റെ പുറകിൽ പൈശാചിക രൂപികളാണ്, പൈശാചിക പീഡകളാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ നൽകുന്ന വിമോചനം, വീണ്ടെടുപ്പ്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിഷേകം അവരിൽ പകരപ്പെടുമ്പോൾ ആ കെട്ടുപാടുകളിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ച് അവർ സുബോധമുള്ളവരായിട്ട് മാറുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ നമുക്ക് കാണാം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വചനത്തിൽ ഗനേസരുടെ നാട്ടിൽ കാലുകുത്തിയപ്പോൾ കണ്ടു, അവർ കടലിന് മറുകരയിൽ ഗനേസരുടെ നാട്ടിലെത്തി. ഉടനെ സുബോധം നഷ്ടപ്പെട്ട് പിശാച് ആവസിച്ചിരുന്ന മനുഷ്യൻ അലറി വിളിച്ച് കൂകി വിളിച്ച് ഓടി വരികയാണ്. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം. മാർക്കോസിന് സുവിശേഷം 5:15 വന്ന് അവിടെ എന്താ പറയുന്നത്? അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൺ ആവശ്യിച്ചിരുന്ന പിശാച് ബാധിതന് വസ്ത്രം ധരിച്ച് സുബോധത്തോടെ, എല്ലാവരും പറഞ്ഞേ സുബോധത്തോടെ, പറഞ്ഞേ സുബോധത്തോടെ. പോരാ ഉച്ചത്തിൽ പറഞ്ഞേ, നമുക്കിന്നത് വളരെ ആവശ്യമാണ്. സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആ പൈശാചിക പീഡ വിട്ടുപോയപ്പോൾ അവന് സുബോധം വന്നു. അവന് നല്ല ബോധമുണ്ടായി, തെളിഞ്ഞ ബുദ്ധി, തെളിഞ്ഞ ഓർമ്മ, ഇതെല്ലാം കിട്ടുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവേ, ഇത് എൻ്റെ കുടുംബ വൃക്ഷത്തിലുണ്ടോ? ഈ കേടുപാടുകളുണ്ടോ? മാനസികമായ രോഗങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, വൈകാരിക തകർച്ചകൾ, കർത്താവേ, എൻ്റെ കുടുംബ വൃക്ഷത്തിൽ കേടുപാടുകളുണ്ടോ? നമ്മൾ ആഴത്തിൽ പരിശോധിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാണ്. നിങ്ങൾ പേടിക്കേണ്ട, നാളെ മറ്റന്നാളൊക്കെ നമുക്കത് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഷെക്കേന ഓഫീസിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ആ വചനങ്ങളൊക്കെ ചോദിക്കുക, ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. ഈ മേഖലകളിൽ ഡെലിവറൻസ് ഈശോ തരുന്ന വചനങ്ങൾ ആൾക്കുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ നിങ്ങൾ പറ്റുമെങ്കിൽ മൊബൈൽ എടുത്ത് പെട്ടെന്ന് അത് അങ്ങ് ഫോട്ടോ എടുക്കുക. ടി വിയിലേക്ക് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നോക്കി നിങ്ങളത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ആ വചനങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണ്. ഈ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിമോചന ശക്തി കടന്നു വരും. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു വലിയ കൊടിയ തകർച്ച നമ്മൾ ചിന്തിക്കണം. കർത്താവേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ ഈ കേടുപാടുകളുണ്ട്. അതെന്താണ്? ചില പാപ സ്വഭാവങ്ങൾ, പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില പാപ സ്വഭാവങ്ങൾ ഇന്ന് നമ്മളെയൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ജഡികാസക്തി, ഭയങ്കരമായ ജഡികാസക്തി, സെക്സിനോട് അമിതമായ ആഗ്രഹം, മദ്യത്തോട് ഭയങ്കരമായ ആസക്തി, ചില കുടുംബങ്ങളിൽ ഭയങ്കര വെറുപ്പ്, വൈരാഗ്യം, പിടിവാശി, മർക്കടവൃഷ്ടി, ക്ഷിപ്രകോപം, മുൻകോപം, അതുപോലെ തന്നെ പ്രതികാര ചിന്തകൾ, നീരസം, ഇങ്ങനെ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പൈശാചിക പീഡ ഒരുപാട് കുടുംബങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ വിവിധങ്ങളായി വിട്ടുമാറ്റാൻ പറ്റാത്ത ചില പാപ സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗപീഠകൾ പലരും പങ്കുവെക്കാറുണ്ട്. എൻ്റെ പൊന്നു സഹോദര, ഞങ്ങളുടെ കുടുംബത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ചത് ചിന്തിച്ചു കഴിഞ്ഞാൽ 2-3 തലമുറകൾക്ക് സുന്ദരമായി സുഖമായി ജീവിക്കാമായിരുന്നു. അത്രമാത്രം പൈസ ഞങ്ങൾ ഈ രോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. രോഗമൊഴിഞ്ഞ നേരം വീട്ടിലില്ല. ഒന്നെങ്കിൽ അപ്പന്, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അല്ലെങ്കിൽ മക്കൾക്ക് ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും രോഗപീഠ, ഒന്നല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ വിട്ടുമാറാത്ത രോഗപീഠകൾ മൂലം തകർന്നടിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അതിൽ തന്നെയാണ് പാരമ്പര്യ രോഗങ്ങൾ. ഇത് കെട്ടുകഥയല്ല, അന്ധവിശ്വാസമല്ല.
മെഡിക്കൽ സയൻസ് തെളിയിച്ചിരിക്കുകയാണ് പാരമ്പര്യ രോഗങ്ങൾ, ഒത്തിരി പാരമ്പര്യ രോഗങ്ങൾ ഇന്നുണ്ട്. ജീനുകൾ വഴി, ക്രോമസോമുകൾ വഴി മുൻ തലമുറകളിലൂടെ അവരുടെ ചില സ്വഭാവങ്ങൾ അത് പോസിറ്റീവാകാം, നെഗറ്റീവാകാം. അതുപോലെ തന്നെ അവരിലുള്ള ചില രോഗങ്ങൾ, ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, എന്തിന് അറ്റാക്ക് വരെ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഇങ്ങനെ പല രോഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പല സഹോദരങ്ങളെ, നമ്മൾ ഈ മേഖലകളിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കേടുപാടുകളിലേക്ക് കർത്താവായ യേശുവിൻ്റെ രക്ഷാകര സൗഖ്യം കടന്നു വരും. വിശ്വസിച്ചവർ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ പാപ സ്വഭാവങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിച്ച് കർത്താവിൽ നിന്ന് പാപമോചനം നേടി ആ പാപ സ്വഭാവങ്ങളെ നമ്മൾ ബോധപൂർവം കർത്താവിൻ്റെ നാമത്തിൽ വിട്ടുപേക്ഷിക്കാതെ നമ്മൾ വീണ്ടും നമ്മളതിൽ തുടർന്ന് ജീവിച്ചാൽ സഹോദരങ്ങളെ, അത് നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കും, അതിന് അടിവേരുകളെ നശിപ്പിക്കും. പൗലോസ് റോമക്കാർക്ക് ലേഖനം 11:16 കണ്ടില്ലേ? എന്താ കണ്ടത്? വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും. വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും. ഇതൊരു പ്രധാന വചനമാണ്. ഈ തലമുറകളുടെ സൗഖ്യം എന്നുള്ള ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട വചനമാണിത്. വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകൾ, അതിന് ബ്രാഞ്ചസും പരിശുദ്ധമായിരിക്കും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ് രാജാവും സങ്കീർത്തകനുമായ ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരിക. ഊറിയായുടെ ഭാര്യയായ ബത്ശബയുമായിട്ടുള്ള ദാവീദിന്റെ അവിഹിത ബന്ധം, അവൻ വ്യഭിചാരം ചെയ്തെയാണ് കണ്ടു. വ്യഭിചാര ദുർബോധത്തിന് തൻ്റെ ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുത്തു. അവൻ അനുദപിച്ചില്ല അതിനോടത്ത് ആദ്യ സമയങ്ങളിൽ. അതിലൂടെ വഴിവെട്ടി തുറന്നു കൊടുക്കുകയാണ്. സംഭവിച്ചെന്താ? ഈ വലിയ പാതകം മറച്ചു വയ്ക്കാൻ വേണ്ടി ബത്ശബയുടെ ഭർത്താവായ ഊറിയായ ചതിയിലൂടെ കൊല്ലുകയാണ്. കൊലപാതകവും വ്യഭിചാരവും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനെയോർത്ത് ദാവീദ് അനുദപിച്ചില്ല. എന്താ സംഭവിച്ചത്? സംഭവിച്ച കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 10-ാം വചനത്തിൽ പെട്ടെന്ന് വായിക്കാം. എന്താ പറയുന്നത്? എന്നെ നിരസിച്ച ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് ദാവീദേ, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ നമ്മൾ ദൈവജനത്തിൽ ധ്യാനിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിലോട്ട് കടക്കുന്നില്ല. നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. തന്മൂലം എന്തുണ്ടായി? ദാവീദിൽ പ്രവർത്തിച്ച വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പൈശാചിക രൂപികൾ അവൻ വേണ്ട സമയത്ത് വേണ്ടതുപോലെ അനുദപിച്ചില്ല. പിന്നീട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നാഥാൻ പ്രവാചകനെ കർത്താവ് അയച്ച് അവൻ്റെ പാപം അവനെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം ദാവീദ് അനുദപിക്കുന്നുണ്ട്. കർത്താവിന് കരുണ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ പൈശാചിക രൂപികൾ അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ബന്ധങ്ങളെയും പ്രത്യേകിച്ച് അവൻ്റെ മക്കളെ, തലമുറകളെ സ്വാധീനിക്കുന്നത് കാണാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ജഡീക പാപങ്ങൾക്ക് തലമുറകളെ നശിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, സംശയിക്കരുത്. ജഡീക പാപങ്ങൾക്ക് തലമുറകളെ മലിനപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. വലിയ ഇമ്പാക്റ്റ് ആണത്. നമ്മൾ നാളെ വചനത്തിൽ ഇത് പഠിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ദാവീദിന് തന്നെ മറ്റൊരു മകനായ അമ്നോൻ, ദാവീദിന് തന്നെ മകളായ താമാർ, സ്വന്തം സഹോദരിയും. ഈ അമ്നോൻ എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ച് അത് പിന്നീട് വായിച്ചാൽ മതി. 2 സാമുവേൽ 13:11 വരുമ്പോൾ കാണാൻ പറ്റും. രോഗം നടിച്ച് കിടന്ന് ഈ സഹോദരിയെ തൻ്റെ മുറിയിലേക്ക് വിളിക്കുകയാണ്, ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഈ കൊണ്ടുവരുന്ന സമയത്ത് അവൻ അവളെ കടന്നു പിടിച്ച്, സഹോദരി എൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. എന്നാൽ 14-ാം വചനത്തിൽ താമാർ പറഞ്ഞു, അവൾ കേണപേക്ഷിച്ചു, സഹോദര നീ എന്നെ നശിപ്പിക്കല്ലേ. ബലം പ്രയോഗിച്ച് അവളുമായി പാപം ചെയ്യാണ്, സ്വന്തം സഹോദരിയുമായി. ഇതൊക്കെ പല കുടുംബങ്ങളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്, പല തലമുറകളിൽ സംഭവിക്കുന്നുണ്ട്. നിസാരമല്ല സഹോദരങ്ങളെ, സ്വന്തം സഹോദരിയുമായി അവൻ പാപം ചെയ്തു. ദൈവത്തിൻ്റെ വചനം പറയുന്നു 20-ാമത്തെ വചനത്തിൽ എന്താ സംഭവിച്ചത്? ഇതറിഞ്ഞ താമാറിൻ്റെ സഹോദരനെ അബ്സലോം അവൻ തീരുമാനിച്ചു, എൻ്റെ സഹോദരിയെ
എൻ്റെ തന്നെ സഹോദരനായ അമ്നോൻ നശിപ്പിച്ചു, ഞാൻ അവനെ കൊന്നുകളയും. ഇതാ അപ്പനായ ദാവീദിൽ പ്രവർത്തിച്ച കൊലപാതകത്തിൻ്റെ പൈശാചിക രൂപി അബ്സലോമിലൂടെ പ്രവർത്തിക്കുക. വ്യഭിചാര രൂപി അമ്നോനിലൂടെ പ്രവർത്തിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. അബ്സലോം എന്തു ചെയ്തു? 13-ാം അധ്യായം വാക്യം 28 അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു. അബ്സലോം കൽപ്പിച്ചതുപോലെ അവൻ്റെ സേവകരെ, കൂട്ടാളികൾ ആരെ കൊന്നു? അബ്സലോമിൻ്റെ സ്വന്തം സഹോദരനായ അമ്നോനെ കൊല്ലുകയാണ്. കേട്ടോ, വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെ അരൂപി. ഇനിയും അവൻ്റെ തലമുറയിലേക്ക് അത് പടരുന്നതായിട്ട് കാണാൻ പറ്റും. അത്രയും ഇതൊരു ഭയങ്കര പവറാണ് ഈ ജഡീക അരൂപിക്ക്. എൻ്റെ സഹോദരൻ, നമ്മളിത് മനസ്സിലാക്കണം. നിസ്സാരമായ ചില സുഖത്തിനും ശരീരത്തിൻ്റെ ഭോഗേച്ഛയ്ക്കും വേണ്ടി നമ്മൾ നമ്മുടെ ശരീരം പിശാചിന് വിട്ടുകൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും അറിയുന്നില്ല, ഇതിലൂടെ നമ്മുടെ കുടുംബത്തിലേക്കും തലമുറയിലേക്കും വ്യഭിചാര ദുർഭൂതത്തിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. വാതിൽ തുറന്നു കൊടുക്കുക. അത് നമ്മളെ നശിപ്പിച്ച് കളയും. അവൻ നമ്മളെ കൊല്ലും, അവൻ നമ്മളെ നശിപ്പിക്കും. കർത്താവിൻ്റെ വചനമാണത്. അതപ്പോൾ ഇവിടെ സംഭവിച്ച്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ദാവീദിന് മറ്റൊരു മകൻ, ദൈവത്തിൻ്റെ ജ്ഞാനവും കൃപയുള്ള മകനായിരുന്നു സോളമൻ. അവൻ്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു. എങ്ങനെ? ഈ ജഡപാപത്തിൽ പിശാച് അവനെ ബന്ധിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം 1-ാം വചനത്തിലോട്ട് വരിക. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ദൈവമേ, കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? അതും വിദേശ വനിതകളെ, വിജാതീയ സ്ത്രീകളെ സോളമൻ പ്രേമിച്ച് അവരുമായി പാപം ചെയ്തു. തന്മൂലം കൊടിയ പാതകമാണ് ആ തലമുറയിൽ സംഭവിച്ചത്. സോളമന് ശേഷം ഇത് രാജ്യം വിഭജിക്കപ്പെടുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മൾ അനുതപിക്കണം, റിപ്പൻറ്റ് ചെയ്യണം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഈ ജഡപാപങ്ങളെ ഓർത്ത് അനുതപിക്കണം. ഒപ്പം തന്നെ മുൻ തലമുറകളിൽ സംഭവിച്ചു പോയ ഈ തിന്മകളെ ഓർത്ത് നമ്മൾ വേണ്ടവിധം റിപ്പൻറ്റ് ചെയ്യണം. അതുപോലെ പല സ്വഭാവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത, ചിലർക്ക് മോഷണം, എവിടെ പോയി എന്തെങ്കിലും ഒന്ന് എടുക്കണം. അവർക്കത് ആവശ്യമുണ്ടായിട്ടല്ല, അറിയാതെ കയ്യങ്ങ് പോവാണ്. അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് തമാശയല്ലേ പറയുന്നത്. എത്ര പേര് വേദനിക്കുന്നുണ്ടെന്നറിയോ? എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ചിലരുണ്ട് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കുക, ചതിക്കുക, വഞ്ചിക്കുക. കുടുംബപരമായിട്ട് എത്ര കുടുംബങ്ങൾ ഇങ്ങനെയുള്ള കെട്ടുപാടുകൾ കിടക്കുന്ന സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് തന്നെ രക്ഷാകരമായ സൗഖ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് ഒഴുക്കും. ഹല്ലേലൂയ. വിട്ടുമാറാത്ത രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, നമുക്കിതിൽ നിന്നൊക്കെ ഒരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. എങ്കിൽ ഈ സമയം അതിനോട് ബന്ധപ്പെട്ട ചില വചനങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. രോഗപീഠകളിൽ നിന്ന് ഉള്ള സൗഖ്യത്തിനുള്ള കർത്താവിൻ്റെ ഹീലിംഗ് പ്രോമീസുകളാണ്, കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ വചനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈശോ 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 ഈശോ, നമ്മൾ ഇതൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, സ്തുതിക്കുന്ന സൗഖ്യം തരണമേ, കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ, തലമുറകളെ സൗഖ്യമാക്കണമേ, തലമുറകളെ സൗഖ്യമാക്കണമേ. ഈശോ ഈശോ ഈശോ. മൂന്നാമത്തെ ഒരു ശാപഗ്രസ്തമായ തകർച്ചയാണ് പ്രിയപ്പെട്ടവരെ, ഗർഭചിത്രം, ഗർഭധാരണ ശേഷിയില്ലായ്മ, വൈകി നടക്കുന്ന വിവാഹങ്ങൾ. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാം ഇത് തന്നെയാണ്. അല്ല സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷേ കോൺസ്റ്റൻ്റായി, നിരന്തരമായി, തുടർച്ചയായിട്ട് നമ്മൾ ഈ പ്രതിസന്ധികൾ നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീണ്ടെടുപ്പ്, വിമോചനം ആവശ്യമാണ്. ഗർഭചിത്രം, എത്രയോ സഹോദരിമാരെ 6 പ്രാവശ്യം 7 പ്രാവശ്യം അവരെ പ്രഗ്നൻസി, അവർ ഗർഭിണികളാകുന്നു, പക്ഷെ തന്നെ അബോർട്ടായി പോകുന്നു, മിസ്കാരേജ്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. സഹോദരന് 9 മക്കളുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ 9 കുഞ്ഞുങ്ങൾ മിസ്കാരേജ് ആയിപ്പോയി. പക്ഷെ 9 കുഞ്ഞുങ്ങളുണ്ടെന്ന് ആ സഹോദരി പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് കുടുംബങ്ങളിൽ ഈ പ്രതിസന്ധിയുണ്ട്. അതുപോലെ ഗർഭധാരണ ശേഷിയില്ലായ്മ. മെഡിക്കൽ സയൻസ് പ്രകാരം 2 പേർക്ക് യാതൊരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അത് അവർക്ക് മാത്രമല്ല, കുടുംബത്തിൽ പലർക്കും ഈ പ്രതിസന്ധിയുണ്ട്. വർഷങ്ങളായി ഇത് കണ്ടുവരികയാണ്. മുൻ തലമുറകളിൽ ഇതുപോലത്തെ അവസ്ഥ.
അങ്ങനെ കുടുംബം തലമുറകൾ നിന്നു പോകുന്നൊരവസ്ഥ, അന്യം നിന്നു പോകുന്ന പറയും, മക്കളില്ലാവുന്നില്ല, അങ്ങനെ അന്യം നിന്നു പോകുന്നൊരവസ്ഥ, ആ തലമുറ അങ്ങ് ബ്രേക്കായി പോവാണ്. ഇങ്ങനെ പല പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നു. അതുപോലെ വൈകി നടക്കുന്ന വിവാഹങ്ങൾ, ഇന്ന് അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ ഈ ഒരു പ്രതിസന്ധിയിലാണ്. വിവാഹപ്രായം എത്തിയിട്ടും ആഗ്രഹമുണ്ടായിട്ടും അതിന് വേണ്ട സാഹചര്യങ്ങൾ സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും വിവാഹം നടക്കുന്നില്ല. നമ്മുടെ എത്രയോ ക്രൈസ്തവ യുവമക്കൾ 35 വയസ്സ്, 38 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ്, അങ്ങനെ കേരള കത്തോലിക്ക സഭയിൽ തന്നെ 3 ലക്ഷത്തിൽ പരം ക്രൈസ്തവ യുവമക്കൾ വിവാഹിതരാകാതെ നിൽക്കുന്നുണ്ട്. ലേറ്റായിട്ടുള്ള വിവാഹപ്രായം കഴിഞ്ഞു, വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് ഈ പൈശാചിക പീഡകളൊക്കെ വിട്ടൊഴിഞ്ഞ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ക്രൈസ്തവ കുടുംബങ്ങൾ കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി കൊണ്ട് മൂടപ്പെടുവാൻ, ഈ കേടുപാടുകളിലേക്കെല്ലാം കർത്താവായ യേശുവിൻ്റെ രക്ഷാകരമായ സൗഖ്യം കടന്നു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ ഇതിനോട് ബന്ധത്തിൽ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനോഹരമായൊരു വചനമാണത്. യെശയ്യാ പ്രവചനം 66-9 വചനം ശ്രദ്ധിച്ച് നിങ്ങൾ വചനം വായിച്ച്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? കർത്താവ് ചോദിക്കുക. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരിമാരെ, കർത്താവ് നിങ്ങൾക്ക് തരുന്ന പ്രവചന ദൂതാണിത്, നിങ്ങൾക്ക് തരുന്ന പ്രോമിസാണിത്. ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? കർത്താവ് ചോദിക്കുക, ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പൊ അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങളെ തുറക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. തലമുറകളെ സമൃദ്ധമായി നൽകുന്നവൻ. ഞാൻ അനുഭവങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഈ പൈശാചിക പീഡകൾ വിട്ടുപോകുമ്പോൾ ഈ വചനം ആക്ഷരികമായി കൃപയായി മാറിയ ആയിരക്കണക്കിന് ദമ്പതിമാരെ ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. 3, 4, 5 മക്കളായി അവർ സന്തോഷത്തോടെ ജീവിക്കുക. 12 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം മക്കളില്ലാതെ ജീവിച്ചു. പക്ഷെ അതിനുശേഷം കർത്താവ് വലിയ കാരുണ്യം ചൊരിഞ്ഞു, അവർക്ക് മക്കളെ നൽകി. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ പരിശോധിക്കണം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബന്ധുമിത്രങ്ങളിൽ, എൻ്റെ തലമുറകളിൽ ഇപ്രകാരം വേദനിക്കുന്ന തുടർച്ചയായി ഈ ഒരു തകർച്ച, ഒരു പ്രതിസന്ധി കണ്ടുവരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവിന് രക്ഷാകരമായ സൗഖ്യം നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം. ഇതെല്ലാം നമ്മിലേക്ക് പകരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ ആരും അതിനെക്കുറിച്ച് അസ്വസ്ഥരാകരുത്. നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ ഈശോ തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ഹീലിംഗ്, ഡെലിവറൻസ് എല്ലാം കർത്താവ് ധാരാളമായി നമുക്ക് തരും. നമ്മുടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കും. തലമുറകളെ നൽകി കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കും. മക്കളില്ലാത്ത ദമ്പതിമാരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചു കളയും. ഒരു കുഞ്ഞിനെ കിട്ടുവാൻ വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുടെ മേൽ കർത്താവിൻ്റെ കൃപ ഇറങ്ങുന്ന സമയമാണിത്. സ്തുതിക്കുന്നു. ഈ വചനങ്ങളിലൂടെ തൻ്റെ വിശ്വസ്തതയിലൂടെ ഇപ്രകാരം വേദനിച്ച, മക്കളില്ലാതെ വേദനിച്ചിരുന്ന ആയിരക്കണക്കിന് ദമ്പതിമാർക്ക് തലമുറകളെ നൽകി തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവ്. ഈ വിഷയത്തിൽ വേദനിക്കുന്നവരെ അസ്വസ്ഥരാകേണ്ട. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുവാൻ കർത്താവ് ശക്തനും വിശ്വസ്തനുമാണ്. 4മത്തൊരു കൊടിയ തകർച്ച, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട തകർച്ചയാണ് പ്രിയപ്പെട്ടവരെ. തുടർച്ചയായി കണ്ടുവരുന്ന വിവാഹ ബന്ധങ്ങളുടെ തകർച്ചകൾ, എപ്പോഴും നിരന്തരമായ കുടുംബ കലഹങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നമാണ്. ഡിവോഴ്സുകൾ, എത്ര കുടുംബങ്ങൾ ഇന്ന് തകർന്നു പോയിരിക്കുന്നു. കർത്താവേ, നിസാര കാര്യം പറഞ്ഞ് കുടുംബത്തിൽ ബഹളങ്ങളാണ്. മദ്യപാനം മാത്രമല്ല, മദ്യപാനം പോലും ഉണ്ടാകുന്നത് വേറെ. ഇതൊരു മദ്യപാനം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞങ്ങ് തുടങ്ങാണ്. പിന്നെ ഇങ്ങനെ മൂത്ത് വന്ന് കുടുംബത്തിൽ ബഹളമായി, കലഹമായി,
മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കലഹം, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കലഹം, നിസ്സാര കാര്യങ്ങളൊക്കെ LKG വിഷയങ്ങളാണ്. ഒരു സോറി പറഞ്ഞാൽ അവിടെ വെച്ച് സംഗതി തീരും. പക്ഷേ വിട്ടുകൊടുക്കാൻ കാരണം അതാണ് വെറുപ്പ്, പ്രതികാര ചിന്ത, നീരസം, അനാവശ്യമായ ഈഗോ. ഇതൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. എത്ര കുടുംബങ്ങളാണ് ഇത് നശിക്കുന്നത്? ഇതിന് പുറകിൽ ഇതൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. കാരണം കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനും കുടുംബങ്ങളെ വർദ്ധിപ്പിക്കുവാനുമാണ് കർത്താവ് കുടുംബത്തെ സ്ഥാപിച്ചത്. അതിന് വിരുദ്ധമായി ഇന്ന് കുടുംബങ്ങളിൽ സംഭവിക്കുന്നതിന് പുറകിൽ അതിൽ പിശാചിൻ്റെ പ്രവർത്തനമാണത്. ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല, പിശാചാണ്. കുടുംബങ്ങളെ താറുമാറാക്കുന്നത് ഒരിക്കലും കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവല്ല, അതിൻ്റെ പുറകിൽ പിശാചിൻ്റെ കരങ്ങളാണ്. ഇന്ന് മറ്റെന്തിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബങ്ങളെ സാത്താൻ ടാർഗറ്റ് ചെയ്തിരിക്കുക. ശ്രദ്ധിക്കണം, നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുക, കുടുംബങ്ങളെ നശിപ്പിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിലൂടെ പരിശുദ്ധാത്മന് വലിയ പദ്ധതികളുണ്ട്. കുടുംബങ്ങളിലൂടെ വലിയ പ്രവൃത്തികൾ കർത്താവിന് ചെയ്യാനുണ്ട്. ഇതിനെ തകിടം മറിക്കുവാൻ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. പലരും പറയാറുണ്ട്, എന്നും വേദനയും കണ്ണുനീർ. കുടുംബത്തിലേക്ക് കയറുമ്പോൾ പേടി വരികയാണ്. സംശയത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി, ബഹളം, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിൽ വഴക്ക്. എനിക്കൊരു കുടുംബത്തെ അറിയാം, ഞാൻ സ്ഥലം പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ആ പെൺകുട്ടി, അവൾ 6 വർഷമായിട്ട്, ഇപ്പം 6 വർഷം കഴിഞ്ഞു, ഞാൻ കാണുമ്പോൾ 2 വർഷമായിട്ടുണ്ട്. അവൾ ഡിവോഴ്സിലാണ്. അവളുടെ അമ്മയും ഡിവോഴ്സാണ്. അവളുടെ അമ്മയും ആ അമ്മാമ്മയും ഡിവോഴ്സാണ്. ഈ 3 തലമുറയായിട്ട് ഡിവോഴ്സുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിസ്സാര കാര്യമാണ്, പക്ഷേ എളിമപ്പെടാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കുടുംബങ്ങളെ തകരുന്നത്, എത്ര കുടുംബങ്ങളെ തകരുന്നത്. ഈശോയേ, കരുണയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നമ്മൾ നിലവിളിക്കണം. വിവാഹ തകർച്ചകൾ, ബന്ധങ്ങളെ വിള്ളലുകൾ, നിസാര സ്വത്തിൻ്റെ പേരിൽ, പാർട്ടീഷൻ്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ എത്ര കുടുംബങ്ങൾ ഇന്ന് കേസും കൂട്ടായിട്ട്. ക്രൈസ്തവ കുടുംബങ്ങളെ കാര്യം പറയുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ഈ സ്വത്ത് വിഭജനത്തിൻ്റെ പേരിൽ, വസ്തുവകളുടെ പേരിൽ കലഹിച്ച് മത്സരിച്ച് വെറുപ്പിലായിരിക്കുന്ന ഒരുപാട് സഹോദര ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ എല്ലാം കർത്താവിന്റെ രക്ഷാകരമായ സൗഖ്യം കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം കുടുംബങ്ങളിൽ നിന്ന് തരിശു ഭൂമികളായി മാറിയിരിക്കുന്നു. മക്കളെ സ്വന്തമായി കിട്ടുന്നില്ല. നിയമാവർത്തന പുസ്തകം 28:41 വചനം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. ഇതാണ് ഇന്ന് അനേക മാതാപിതാക്കളുടെ അവസ്ഥ. മക്കളില്ലാഞ്ഞിട്ടല്ല, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, പക്ഷെ അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അനേകം മാതാപിതാക്കളുടെ വേദനയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. മക്കളില്ലാഞ്ഞിട്ടല്ല, മക്കളുടെയോ കൊച്ചുമക്കളുടെ സ്നേഹം കിട്ടാതെ, പരിലാളന കിട്ടാതെ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ വേദനിച്ച് കഴിയുന്ന എത്ര പേരൻസ് ഉണ്ടെന്നറിയൂ. എത്ര മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ മൂലം ഇതൊക്കെ കുടുംബത്തിലേക്ക് അനുഗ്രഹമാണ് കൊണ്ടുവരിക. വചനത്തിന് വിരുദ്ധമായി, നമ്മുടെ സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള വിവാഹങ്ങള്, ബന്ധങ്ങള്, ഇതൊന്നും ഒരിക്കലും നമ്മുടെ കുടുംബത്തിന്, തലമുറകൾക്ക് അനുഗ്രഹമല്ല പ്രിയപ്പെട്ടവരെ. അതിൽ അതീവ ശ്രദ്ധ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റു വിശ്വാസത്തിൽ പെട്ടവരെ വിവാഹം കഴിച്ച് എന്നാ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. കുഴപ്പം എന്താ സംഭവിക്കുന്നത്? നാളുകൾ, വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ തകർച്ചയും നാശവും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിന് വിരുദ്ധമായതോ ദൈവഹിതത്തിന് വിരുദ്ധമായതോ ഒന്നും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കരുത്. അത് നമ്മുടെ കൃത്യമായ തീരുമാനമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാക്കി പ്രവചനം 2:14 കർത്താവ് ഇതേ വചനം ആവർത്തിക്കുന്നുണ്ട്. മലാക്കി പ്രവചനം 2:14 നിങ്ങൾ പിന്നീട് വായിക്കണം. തകർന്ന ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ഇന്ന് വർദ്ധിച്ചു വരുന്നു പ്രിയപ്പെട്ടവരെ.
നമ്മളിത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ പലപ്പോഴും പിശാചിൻ്റെ കരങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷേ ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും അടിയായി ബഹളമായി. പല 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 ദമ്പതിമാരും പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞങ്ങൾക്കിപ്പോൾ ഡിവോഴ്സ് വേണം, ഞങ്ങൾക്കിപ്പോൾ ഡിവോഴ്സ് വേണം. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞ് ഡിവോഴ്സ് കൊടുക്കുന്ന ആൾ നമ്മളെപ്പോലെയാണ് അവർ സംസാരിക്കുന്നത്. പലപ്പോഴും ഈ ഭാര്യയും ഭർത്താവിനും മാറ്റി നിർത്തി സംസാരിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണെന്നറിയോ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമാണ്, പക്ഷേ വിഷയം എന്താണ്, ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ തമ്മിൽ അടിയായിട്ടുണ്ടായിരിക്കും. ഇതൊരു പൈശാചിക പീഡയ സഹോദരങ്ങളെ. നമ്മളെ ഒരുപാട് കുടുംബങ്ങളിൽ ഈ പീഡ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ബന്ധങ്ങളിൽ ഈ പൈശാചിക പീഡ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ പീഡയിൽ നിന്ന് കർത്താവ് അവരെ വീണ്ടെടുക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ സമാധാന സ്വസ്ഥതയും ഉണ്ടായ പല അനുഭവങ്ങളും സ്നേഹത്തോടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു തകർച്ചയാണ് പ്രിയപ്പെട്ടവരെ, എന്താണ്? സാമ്പത്തികമായ പരാജയം. എത്ര കഷ്ടപ്പെട്ടാലും ഒന്നിലും ഉയരാൻ കഴിയാത്ത അവസ്ഥ. ഇത് അനേകരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയാണ്, കൊടിയ പ്രതിസന്ധിയാണ് സാമ്പത്തികമായ പരാജയം. ചിലർ പറയാറുണ്ട്, ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ സാമ്പത്തിക കൊല്ലം 36ആയി, കൊല്ലം 42ആയി, കൊല്ലം 28ആയി. ഈ സാമ്പത്തിക ബാധ്യത ഒഴിഞ്ഞ ഒരു സമയമില്ല. എൻ്റെ അപ്പൻ ഇതുപോലെയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ പലർക്കും ഈ വിഷയമാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു വിമോചനം കിട്ടുന്നില്ല, ഈ സ്ഥിതിക്കൊരു മാറ്റം വരുന്നില്ല. ഇപ്രകാരം സാമ്പത്തികമായി തകർന്ന് പരാധീനതയിലായിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ഒരു തകർച്ചയിൽ കഴിയുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയോ, അവർക്ക് ഇതിൽ നിന്ന് യഥാർത്ഥ ഒരു വിമോചനം കിട്ടാതെ നമ്മൾ അവർക്ക് എന്തുമാത്രം സഹായിച്ചാലും സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ആ സഹായിച്ച പൈസ അത് നഷ്ടപ്പെടുകയും കടം വീണ്ടും ഇരട്ടിക്കുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. എത്ര പേര് അങ്ങനെയുണ്ടെന്നറിയോ? നമ്മളൊരു 20,000 രൂപ കൊടുത്തു, 20,000 രൂപ കഴിയുകയും ചെയ്യും, 1.5 ലക്ഷം രൂപയായിരുന്ന കടം, ആ കടം 2 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ സാമ്പത്തികമായി തകർന്ന് വേദനിച്ച് കഴിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ഒന്നിലും പുരോഗതിയില്ല. പഠനത്തിൽ പുരോഗതിയില്ല, കഴിവില്ലാതെയല്ല, പ്രാപ്തിയില്ലാതെയല്ല, അതിനാവശ്യമായ സാധ്യതകളില്ലാതെയല്ല, പക്ഷെ വിജയിക്കാൻ പറ്റുന്നില്ല, മുന്നേറാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത പലരും വിജയിച്ച് മുന്നേറിപ്പോകുന്നു. പക്ഷേ 2 അടി മുന്നോട്ട് വെച്ച് 4 അടി പുറകോട്ട് പോകുന്നൊരവസ്ഥ. ആത്മീയ ജീവിതത്തിൽ ശുഷ്കത, കൃപയിൽ അഭിഷേകത്തിൽ വളരാൻ പറ്റുന്നില്ല. കുടുംബജീവിതത്തിൽ പുരോഗതിയില്ല, ബിസിനസ്സിൽ പുരോഗതിയില്ല, ജോലിയിൽ പുരോഗതിയില്ല. ചിലർ പറയൽ പാപി ചെന്നോളം പാതാളെന്ന് പറഞ്ഞ് ഇതെൻ്റെ വിധിയാണെന്നും പറഞ്ഞ് വിധിയെ പഴി പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ദൈവമക്കൾ ഈ നാളുകളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിൽ ഇത്തരത്തിലുള്ള ബോണ്ടേജസ്, തകർച്ചകളുണ്ടോ? അസ്വസ്ഥരാകേണ്ട, കർത്താവിന് രക്ഷാകരമായ സൗഖ്യം കടന്നു വരും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 4-ാമത്തെയും ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നിയമവാഴ്ത്തനം 28:33 നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാം. നിന്റെ വിളവുകളും പ്രയത്ന ഫലവും നീ അറിയാത്ത ജനത അനുഭവിക്കും. നമ്മുടെ അധ്വാന ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നീ എന്നും മർദ്ദിതനും പീഡിതനുമായിരിക്കും. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അധ്വാനത്തിന് ഫലം അനുഭവിക്കാൻ കഴിയാതെ നമ്മൾ പറയും, നമ്മൾ ഒത്തിരി പണിയെടുക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അധ്വാനിക്കുന്നതനുസരിച്ച് വളർച്ചയില്ല, പുരോഗതിയില്ല. വീട്ടിൽ 3-4 പേര് അധ്വാനിക്കുന്നുണ്ട്, ഈ കിട്ടുന്ന പൈസ എങ്ങോട്ടാ പോണെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ കഷ്ടപ്പെടും, നഷ്ടം തിരിയുക, കടം ബാക്കി, കടബാധ്യതകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാറ്റിലും പരാജയം, തൊടുന്നത് മുഴുവൻ പരാജയം. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ വചനം നമുക്ക്, ആ വാഗ്ദത്ത വചനങ്ങൾ 4ഉം 5ഉം ആ വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. വേഗത്തിൽ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത കുടുംബ ബന്ധങ്ങളെ തകർച്ചകളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കണ്ടു, സാമ്പത്തികമായി തകർന്ന് ഏർപ്പെടുന്ന എല്ലാറ്റിലും വരുന്ന പരാജയങ്ങൾ, ഇതിൽ നിന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ.
സെഫാനിയ 3:17 നമ്മൾ കാണുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നമ്മുടെ ഏത് പരാജയത്തെയും വിജയമാക്കി മാറ്റുവാൻ, ഏത് തകർച്ചയെയും ഉയർച്ചയാക്കി മാറ്റുവാൻ, ഏത് കണ്ണുനീരിനെയും ആനന്ദമാക്കി മാറ്റുവാൻ, ഏത് അസാധ്യതകളെയും സാധ്യതയാക്കി മാറ്റാൻ കഴിയുന്ന ശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിശ്വസിച്ച് ഈ വചനം നിങ്ങൾ ഏറ്റുപറയുക. കർത്താവിൻ്റെ വിമോചനത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് കടന്നു വരും. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം, 6ാമത്തെ ഒരു കൊടിയ തകർച്ചയാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപത്തുകൾക്കും അപകടങ്ങൾക്കും വിധേയമായൊരു ജീവിതം. എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്നുള്ള അപകടങ്ങൾ, ആപത്തുകൾ. ഒരു വർഷത്തിൽ തന്നെ 3-4 പ്രാവശ്യം കൈയൊടിയ, കാലൊടിയ, ഇങ്ങനെ ഒരുപാട് തകർന്ന അവസ്ഥകൾ. ഇത് ചിലർക്ക് തോന്നുന്നത് തമാശയല്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ്, പെട്ടെന്ന് പോയി വണ്ടി ഇടിച്ചു, എന്നെ മാത്രം തെരഞ്ഞു പിടിച്ചിടിക്കുന്നൊരവസ്ഥ. എനിക്ക് തുടർച്ചയായിട്ട് ഈ അപകടങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നില്ലെങ്കിൽ ഒന്ന് ബൈക്കിൽ പോകുന്നത് കെട്ടിമറിഞ്ഞു, അപ്പോഴേക്കൊരു ഒരു പട്ടി ചാടി പെട്ടെന്ന് ബൈക്ക് വീടോ അറിയാതെ അവിടെ കൈയൊടിഞ്ഞു, അല്ലെങ്കിൽ തല പൊട്ടി, അല്ലെങ്കിൽ കാലിന് പ്രശ്നം വന്നു. ഇങ്ങനെ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ ആപത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ദുരന്തങ്ങൾ ഒഴിഞ്ഞ സമയമില്ല. കുടുംബത്തിൽ ഇങ്ങനെ പല അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ കാരണം തേടി നമ്മളിങ്ങനെ, ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ, നമ്മളിങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ പോയി നമ്മൾ സമയം കളയരുത് പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടത് യഥാർത്ഥമായൊരു ഉത്തരമാണ്. നമുക്ക് വേണ്ടത് കർത്താവായ യേശുവിലൂടെ ലഭിച്ച രക്ഷാകരമായ സൗഖ്യമാണ്. കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ ഈ പ്രതിസന്ധികൾക്കുള്ള എല്ലാ ഉത്തരവും പരിഹാരവും ഉണ്ട്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ഇത് പരിശോധിക്കുക. ഈ തകർച്ചകൾക്ക് വിധേയമാണോ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ തലമുറയിൽ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കണം. നമുക്ക് അതിൽ നിന്നുള്ള വിമോചനം, വീണ്ടെടുപ്പ് നൽകുന്ന കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപത്തുകൾ, അപകടങ്ങൾ, മറ്റ് വിനാശങ്ങളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ പ്രോമീസാണ്, കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. കർത്താവിൻ്റെ പ്രോമീസ് നമ്മളെ പ്രത്യാശയുള്ളവരാക്കും, നമ്മളെ ഫലമുള്ളവരാക്കും, നമ്മളെ അത് ഉന്മേഷമുള്ളവരാക്കും. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റും. അവസാനമായി നമ്മൾ പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ, തലമുറകളായി നമ്മൾ കണ്ടുവരുന്ന ആത്മഹത്യകൾ, അകാല മരണങ്ങൾ. ഇന്ന് പല കുടുംബങ്ങളിൽ ഈ പ്രതിസന്ധിയുണ്ട്. പല കുടുംബങ്ങളിൽ തുടർച്ചയായി ആത്മഹത്യകൾ നടക്കുക, പല ആത്മഹത്യകൾ. നിസ്സാര കാര്യം വരുമ്പോഴേക്കും ആത്മഹത്യ നടത്തുന്നു. കുടുംബത്തിൽ പല സഹോദരങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വലിയൊരു പ്രതിസന്ധിയാണ്, നമ്മൾ മനസ്സിലാക്കണം. അകാല മരണങ്ങൾ, പ്രായം എത്തുന്നതിനേക്കും മരിച്ചു പോവുക, ഒന്നെങ്കിൽ അപകടത്തിൽപ്പെട്ടായിരിക്കാം, പെട്ടെന്ന് അറ്റാക്ക് വന്ന്, അങ്ങനെ വിവിധങ്ങളായ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്ന് പല കാരണങ്ങൾ അതിലുണ്ടാകാം. പക്ഷേ അകാലത്തിൽ മരിച്ചു പോകുന്നൊരവസ്ഥ, തുടർച്ചയായി കാണുന്ന ആത്മഹത്യകൾ. ചില കുടുംബത്തിൽ 2-3 പേര് ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ എത്ര വാർത്തകളാണ് കാണുന്നത്, കുടുംബമായി ആത്മഹത്യ ചെയ്യുക. അതുപോലെ തന്നെ ഭാര്യയെ കൊന്നിട്ട് ഭർത്താവിത കെട്ടിത്തൂങ്ങി മരിക്കുക. ഇങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ ഈ കാലഘട്ടത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. ഒത്തിരി ആത്മഹത്യകൾ, ഒരുപാട് ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്ന് ഒത്തിരി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കണം, കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിനെ മുറുകെ പിടിക്കണം. സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞില്ല, എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു? നിന്റെ ദൈവമായ കർത്താവിൽ നീ ശരണം വയ്ക്കുക, നീ ആശ്രയം വയ്ക്കുക. നിന്നെ വിമോചിപ്പിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനായവനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിന് മുൻപിലിരുന്ന് ഈ തകർച്ചകൾ, ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന ഈ തകർച്ചകൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് സ്വാധീനിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. കുടുംബങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ പരിശോധിക്കണം. നമ്മൾ ഈ സമയം തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്.
ഹെബ്രായ പുസ്തകം 10:14 നമ്മൾ എന്താ കാണുന്നത്? ഹെബ്രായ പുസ്തകം 10:14 കർത്താവിൻ്റെ മനോഹരമായ വചനമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ ഈ പ്രതിസന്ധികൾക്ക് പൂർണ്ണമായ ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ബലിയുടെ അനന്ത യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ തിരുബലിയുടെ അനന്തമായ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ രക്ഷാകരമായ സൗഖ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ വംശപരമ്പരകളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ തായ് വേരുകളിലേക്കും ഈ സൗഖ്യം കടന്നു വരുവാൻ നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, തുറന്നു വരുന്ന 2 ദിനങ്ങളാണ്. ഏറ്റവും ഒരുക്കത്തോടെ കടന്നു വരണം. ഇനിയും ഒത്തിരിയേറെ മക്കളെ ഈ സന്ദേശം കേൾക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രങ്ങളെയും പരിചയക്കാരെയും ഒക്കെ എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം ഉണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളും തലമുറകളും കർത്താവിൻ്റെ രക്ഷയുടെ സമൃദ്ധിയിൽ നിറയപ്പെടണം. അപ്പം നിങ്ങൾ അതിന് സഹകരിക്കണം. നമ്മളിവിടെ അയക്കുന്ന ലിങ്കുകളൊക്കെ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. യൂട്യൂബ് ലിങ്കുകളൊക്കെ നിങ്ങൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പലരെയും സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് വിളിക്കുക. ടെലിവിഷനിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ശുശ്രൂഷയിലേക്ക് അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. ഒപ്പം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിങ്ങളത് ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാം. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ അയക്കാവുന്നതാണ്. ഷെക്കേനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ സ്നേഹിക്കണം. ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ സപ്പോർട്ട്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ശുശ്രൂഷയ്ക്ക് വലിയ കോട്ടയായിട്ട് മാറണം. ഒപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് ബാധ്യതകൾ ഈ നാളുകളിൽ വന്നുപെട്ടിട്ടുണ്ട്. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ട് ഈ നാളുകളിലുണ്ട്. നമുക്കറിയാം ഈ സമയത്തിൻ്റെ ഒരു അവസ്ഥ. സാധിക്കുന്നവരെ നിങ്ങൾ കഴിയുന്നത് പോലെ സാമ്പത്തികമായി സഹായങ്ങൾ നൽകണം. ഇതിൻ്റെ അനുദിന ആവശ്യങ്ങൾ നടത്തി കൊണ്ടുപോകണം. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന നിങ്ങളിലൂടെയാണ് കർത്താവ് ഈ ശുശ്രൂഷയെ നിലനിർത്തുന്നത്. കൊച്ചു സഹായങ്ങൾ അത് വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറും. ഇവിടെ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ. 5 പൈസ അത് കർത്താവിൻ്റെ രാജ്യത്തിനുള്ളതാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന 2 ദിനങ്ങളിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി സാധിക്കുന്ന എല്ലാവരും കുമ്പസാരം നടത്തി, പൂർണ്ണ കുമ്പസാരം നടത്തി ഈശോ നൽകുന്ന പാപമോചനം സ്വീകരിച്ച് അടുത്ത 2 ദിനങ്ങളിൽ ഏറ്റവും ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കണം. കുടുംബമായി ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക.